മൈലാഞ്ചി ഇടൽ, ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളും ചില ചോദ്യങ്ങളും അതിനുള്ള മറുപടിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. പുരുഷന്മാർക്ക് മൈലാഞ്ചി ഇടാൻ പറ്റുമോ? ആൺകുട്ടികൾക്ക് മൈലാഞ്ചി ഇടാൻ പറ്റുമോ? അതുപോലെ തന്നെ മൈലാഞ്ചി ഇടൽ ഹറാമായത് ആർക്കൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. മൈലാഞ്ചി ഇടൽ സുന്നത്തുള്ള ആളുകളുണ്ട്, ഹറാമായ ആളുകളുണ്ട്, കറാഹത്തായ ആളുകളുമുണ്ട്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഹറാമായ, മൈലാഞ്ചി ഇടൽ ഹറാമായ ആളുകളാണ്. അതാരാണ്? പുരുഷന്മാരാണ്. ഒരു കാരണവശാലും പുരുഷന്മാർക്ക് മൈലാഞ്ചി ഇടാൻ പറ്റുകയില്ല. രോഗം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് പറയുകയാണെങ്കിൽ, നീതിമാനായ ഒരു ഡോക്ടർ പറയുകയാണെങ്കിൽ പുരുഷന് മൈലാഞ്ചി ഇടാം. അതല്ലാതെ ഒരു കാരണവുമില്ലാതെ പുരുഷനിക്ക് മൈലാഞ്ചി ഇടൽ പാടില്ല. അത് ഹറാമായ സംഗതിയാണ്. അതുപോലെ തന്നെ മൈലാഞ്ചി ഇടൽ ഹറാമായ മറ്റൊരാളുകളാണ് ഇദ്ദയിലിരിക്കുന്ന സഹോദരിമാർ. ഇദ്ദ എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിലുണ്ട്. ഭർത്താവ് തൊലാക്ക് ചൊല്ലിയതിൻ്റെ പേരിൽ ഇദ്ദയിരിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. നമ്മൾ പറയുന്ന അവരെ പറ്റിയല്ല. ഇദ്ദയിലിരിക്കുന്ന സഹോദരിമാരുണ്ട്, അവരെ പറ്റിയല്ല. ഭർത്താവ് മരിച്ചതിൻ്റെ പേരിൽ ഇദ്ദയിലിരിക്കുന്ന 4 മാസവും 10 ദിവസവും ഇദ്ദയിലിരിക്കുന്ന സഹോദരിമാർ, ആ സഹോദരിക്ക് മൈലാഞ്ചി ഇടൽ പാടില്ല. ഭർത്താവ് തൊലാക്ക് ചൊല്ലിയതിൻ്റെ പേരിൽ ഇദ്ദയിലിരിക്കുന്ന സ്ത്രീയെ പറ്റിയല്ല പറയുന്നത്. ഭർത്താവ് മരിച്ചതിൻ്റെ പേരിൽ ഇദ്ദയിലിരിക്കുന്ന സ്ത്രീ, ആ സ്ത്രീക്ക് ഇദ്ദയുടെ സമയം ഈ 4 മാസവും 10 ദിവസവും മൈലാഞ്ചി ഇടൽ ഹറാമാണ്, പാടില്ലാത്ത സംഗതിയാണ്. അതുപോലെ തന്നെ ഇഹ്റാമിലുള്ള സഹോദരി, ഹജ്ജിൻ്റേതാവട്ടെ ഉംറയുടേതാവട്ടെ, ഇഹ്റാം കെട്ടി ഹജ്ജിലേക്ക് പ്രവേശിച്ചു, ഇനി തഹലുലാകുന്നത് വരെ അവർക്ക് മൈലാഞ്ചി ഇടാൻ പാടില്ല. ഉംറൻ്റേതാണ് കുറഞ്ഞ സമയമുണ്ടാവും, ഹജ്ജിൻ്റെതാണ് ദിവസങ്ങളുണ്ടാവും. ഈ ദിവസങ്ങളിലും സമയങ്ങളിലും ഇഹ്റാമിൽ കടന്ന സ്ത്രീ, ഇഹ്റാമിലേക്ക് പ്രവേശിച്ച സ്ത്രീ, ആ സ്ത്രീക്ക് മൈലാഞ്ചി ഇടാൻ പാടില്ല. അത് നിഷിദ്ധമായ സംഗതിയാണ്. അതുപോലെ തന്നെ ഭർതൃമതികളായ സ്ത്രീ, ഭർത്താവുള്ള സ്ത്രീ, ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ, താല്പര്യമില്ലാതെ, സമ്മതമില്ലാതെ കൈൻ്റെ 2 വിരലുകൾ, ഈ വിരലുകൾക്ക് തത്രീഫ് എന്ന് അറബിയിൽ പറയും. അതുപോലെ കൈവെള്ളയിൽ നഖ്ഷ് എന്ന് പറയും. ഇങ്ങനെ നഖ്ഷ് ചെയ്യുക, നഖ്ഷ് എന്ന് പറയുന്നത് ചിത്രപ്പണികളൊക്കെ നടത്തുക എന്നുള്ളതാണ്. തത്രീഫ് എന്ന് പറയുന്നത് വിരലിൻ്റെ അഗ്രഭാഗങ്ങൾ കറുപ്പിക്കലാണ്. ഈ കറുപ്പിക്കൽ മൈലാഞ്ചി അല്ലാതെ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മൈലാഞ്ചി കൊണ്ടോ മറ്റെന്തെങ്കിലും കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് വിരലുകൾ അഗ്രഭാഗങ്ങൾ കറുപ്പിക്കുക എന്നുള്ളത് അത് ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ എന്തായാലും ഹറാമാണ്. ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ കൈയിൻ്റെ വിരലുകൾക്കിടയിൽ ഈ കറുത്ത നിറങ്ങളെ കൊണ്ട് കറുപ്പിക്കൽ, കൈയിൻ്റെ വിരലുകൾ, കൈയിൻ്റെ വെള്ള മൈലാഞ്ചി പോലെ ഉള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കറുപ്പിക്കൽ, അതും ഹറാമാണ് എന്ന് ഇമാമികൾ പഠിപ്പിക്കുന്നു. ഇനി കറാഹത്ത്, മൈലാഞ്ചി ഉപയോഗിക്കൽ കറാഹത്തുള്ള ആളുകൾ അതാരാണ്? ഒന്ന് ഭർത്താവിൻ്റെ ഭർതൃമതി അല്ലാത്ത സ്ത്രീ, ഭർത്താവില്ലാത്ത പെണ്ണ്. അതൊരു പക്ഷേ വിധവയാവാം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെ കല്യാണം കഴിയുന്നത് മുമ്പ് പല ആളുകളും ഉപയോഗിക്കാറുണ്ട്. പല കല്യാണത്തിന് മുമ്പ്, വിവാഹത്തിന് മുമ്പ് സ്ത്രീകൾ മൈലാഞ്ചി ഇടൽ കറാഹത്താണ്. അതുപോലെ തന്നെ ഭർത്താവ് വിധവകളായ സ്ത്രീകളും, ആ സ്ത്രീക്കും മൈലാഞ്ചി ഇടൽ കറാഹത്തായിട്ടാണ് ഇമാമികൾ പഠിപ്പിക്കുന്നത്. സുന്നത്തായ രൂപമുണ്ട്. സുന്നത്തായ രൂപം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർതൃമതികളായ സ്ത്രീകൾക്ക് മൈലാഞ്ചി ഇടൽ സുന്നത്താണ്. ഭർത്താവ് ഉള്ള സ്ത്രീ അവർക്കത് സുന്നത്താണ്. അതുപോലെ തന്നെ മൈലാഞ്ചി ഇടൽ സുന്നത്തുള്ള മറ്റൊരു വിഭാഗമാണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇഹ്റാമിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവുന്ന സ്ത്രീ, ഹജ്ജിൻ്റേതാവട്ടെ ഉംറയുടേതാവട്ടെ, ഇഹ്റാമിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവുന്നൊരു സ്ത്രീ, ഇഹ്റാമിലേക്ക് കടന്നിട്ടില്ല, ഇഹ്റാം കെട്ടിയിട്ടില്ല, അതിനു മുമ്പ് അവർക്ക് മൈലാഞ്ചി ഇടൽ അത് സുന്നത്തായ സംഗതിയാണ്. ആൺകുട്ടികൾക്ക് മൈലാഞ്ചി ഇടാൻ പറ്റുമോ എന്നുള്ളത് ഒരു പ്രസക്തമായൊരു ചോദ്യമാണ്. അതിനെപ്പറ്റി ഇമാമിങ്ങൾ പറയുന്നത്, ആൺകുട്ടികൾക്ക് ഇങ്ങനെ മൈലാഞ്ചി ഇടൽ കൊണ്ട് ചില സംശയങ്ങൾ ധ്വനിപ്പിക്കുന്നുവെങ്കിൽ, ആണാണോ ആൺകുട്ടിയാണ്, അത് മൈലാഞ്ചി ഇടൽ കൊണ്ട് പെൺകുട്ടിയാണോ എന്ന് കാണുന്നവർക്ക് ധ്വനി വരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം അതിലുണ്ടാകുന്നുവെങ്കിൽ അത്തരം പ്രവൃത്തിയിൽ നിന്നും മാറി നിൽക്കുകയാണ് വേണ്ടത്. സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ.